ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ യൂറോപ്പിൽ നമ്മൾ ട്രക്ക് ഓടിക്കുമ്പോൾ നമ്മൾ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ പല കമ്പനീസും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രൈവിംഗ് ടെസ്റ്റാണ്, ദെൻ ഒന്നെന്ന് പറയുന്നത് CMR ടെസ്റ്റാണ്, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് റൂട്ട്. നമ്മൾ എങ്ങനെയാണ് മാപ്പിൽ റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഇവിടെ നമുക്ക് ഇവർ പറയുന്ന അതേ റോഡിൽ നമ്മൾ പോകേണ്ടതായിട്ട് ആയ കാര്യമുണ്ട്. അതായത് കമ്പനി പറയുന്ന റൂട്ട് ഏതാണോ ആ എക്സാക്ട് റൂട്ടിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ ട്രക്ക് ഓടിച്ചിരിക്കണം. നിങ്ങൾ ഇത് റൂട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നിന്ന് കമ്പനി വലിയ പൈസ നിങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങളെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു റൂട്ടെന്ന്, ഞാനിപ്പോൾ ഇവിടെ 2 റൂട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ലുബ്ലിയാന ടു പാരീസ്. ഫോർ പാരീസ് മീൻസ് ലുബ്ലിയാന ടു പാരീസ് പോകുന്ന റൂട്ടും, ദെൻ രണ്ടാമത്തെ റൂട്ടസ് ഫോർ നാൻഡീസ് ടു ഫ്രെഡ്ജസ്. ഈ ഫസ്റ്റ് റൂട്ടാണ് ഞാൻ എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടാബാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഫോണാണെങ്കിൽ നിങ്ങളെ ഫോണിൻ്റെ അകത്ത് ഫസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പ് എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങളെ മാപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളെ ഫോണിൻ്റെ അകത്ത് ഈ ഒരു എംബ്ലം കാണാം. അപ്പോൾ നിങ്ങൾ ഇത് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളെ മാപ്പ് ടൈപ്പ് എന്നുള്ളത് നിങ്ങൾ എന്തായിരിക്കണം, ചിലപ്പം ഡിഫാൾട്ടായിരിക്കും കിടക്കുക. അപ്പോൾ നമ്മൾ ഡിഫാൾട്ട് മാറ്റിയിട്ട് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് റോഡിൻ്റെ വീതിയും കാര്യങ്ങളും എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ മാപ്പ് ടൈപ്പ് ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ സാറ്റലൈറ്റ് സെലക്ട് ചെയ്യുക. ദെൻ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് മാപ്പ് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രാഫിക്, ബൈസിക്ലിംഗ്, 3D, സ്ട്രീറ്റ് വ്യൂ, വൈൽഡ് ഫയർ, എയർ ക്വാളിറ്റി. അപ്പം നിങ്ങളിവിടെ ട്രാഫിക് എന്ന് പറഞ്ഞ കാര്യവും നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. അതിന് ശേഷമാണ് നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റത്തെ മാപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, ലുബ്ലിയാന ടു പാരീസ്. അപ്പം നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് പാരീസാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് സെർച്ച് ചെയ്യുക, എന്താണ് നമുക്ക് പോകേണ്ടത് പാരീസാണ്. അപ്പം നിങ്ങൾ ഗൂഗിളിൽ എടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാരീസ് എന്ന് സെർച്ച് ചെയ്യുക. PARIS, പാരീസ് ഫ്രാൻസിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പാരീസ് ഫ്രാൻസ് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് പോകേണ്ട സ്ഥലം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അവർ നമുക്ക് പോകേണ്ട ടൗൺസ് തന്നിട്ടുണ്ട്. അതായത് നമ്മളെ കമ്പനി നമ്മൾ ഏതൊക്കെ ടൗൺ വഴി പോകണം അല്ലെങ്കിൽ ഏത് റൂട്ട് പോകണം എന്നുള്ള കുറേ സ്റ്റോപ്സ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പോകേണ്ടത് പാരീസാണ്. നമുക്ക് പോകേണ്ടത് എവിടെ നിന്നാണ്, ലുബ്ലിയാന എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡയറക്ഷൻസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ചൂസ് സ്റ്റാർട്ട് ലൊക്കേഷൻ കൊടുക്കുക. അവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അഡ്രസ്സ്, നമ്മൾ ലുബ്ലിയാന ടു പാരീസ് ആണ് പോകുന്നത്. അപ്പം നമ്മൾ ലുബ്ലിയാന LJU here it is Ljubljana is came, so we put നമ്മൾ ലുബ്ലിയാന എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് വന്നു, നമുക്ക് ലുബ്ലിയാന മുതൽ പാരീസ് വരെയുള്ള കുറേ റൂട്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ കുറേ റൂട്ട്സ് അവൈലബിൾ ആണ്. ടോട്ടൽ 1257 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് പോകേണ്ട റൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് വില്ല സാൽസ്ബർഗ്, ദെൻ മ്യൂണിച്ച്, ദെൻ ഷട്ട്ഗട്ട്, ബാഡൻ ഫ്രാൻസ് എന്ന് അവർ പറയുന്നുണ്ട്. നമ്മൾ A35A4 തന്നെ പോകണം, എക്സാക്ട് 44 N4, ദെൻ ലൂണെ വില്ല, നാൻസി N4, സെൻറ്റ് ഡിസർ N4, സെഷാനെ N4, പാരീസ്. ഈ രീതിയിലാണോ പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാപ്പ് സൂം ചെയ്ത് നോക്കുക. അപ്പം ജസ്റ്റ് നിങ്ങൾ അധികമായിട്ടും കുറച്ച് സൂം ചെയ്യുക. നമ്മളൊരു മിനിമം രീതിയിൽ നമ്മളിത് സൂം ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ലുബ്ലിയാന എന്നാണ്. നമുക്ക് ഫസ്റ്റ് പോകേണ്ട ടൗൺ എന്ന് പറയുന്നത് ഏതാണ്, വില്ല സാൽസ്ബർഗ് ആണ്. ശരി, വില്ലാച്ചിയാണ് ശരിക്കും അത് വില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് നോക്കുക, എവിടെയാണ് വില്ലാച്ചി വരുന്നത് നോക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, വില്ല സാൽസ്ബർഗ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാൽസ്ബർഗ് നോക്കുക. ഓക്കെ, അപ്പം ഞാൻ മാപ്പിൽ ഇവിടെ സാൽസ്ബർഗ് കണ്ടു. അപ്പം നിങ്ങളിത് സൂം ചെയ്ത് നോക്കുക. ഈ സാൽസ്ബർഗ് കൂടെ നമ്മൾ ടൗൺ ടച്ച് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ട്രക്ക് പോകേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ട്രക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ടൗൺ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ സാൽസ്ബർഗ് ആണ് ഇവിടെ സൂം ചെയ്തേക്കുന്നത്. അപ്പം സാൽസ്ബർഗ് നമുക്ക് റോഡൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാൽസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലം അത് ടൗൺ ടച്ച് ചെയ്ത് ഒരിക്കലും ട്രക്ക് പോകാൻ പാടില്ല. അപ്പം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് പോയിന്റ് നമുക്ക് വില്ല സാൽസ്ബർഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സാൽസ്ബർഗ് ആണ്. സാൽസ്ബർഗ് കൂടെ അതെന്താണ്, പ്രോപ്പറായിട്ട് ടൗൺ ടച്ച് ചെയ്യാണ്ടാണ് പോകുന്നത്. ടൗൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ടൗൺ. അപ്പോൾ നമ്മൾ ടൗൺ ടച്ച് ചെയ്യുന്നില്ല, സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ അത് ഓക്കെയാണ്.
അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട അടുത്ത പോയിൻ്റാണ് മൻഷൻ എന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് മ്യൂണിച്ചും മൻഷനും ഒരേ ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തത് സൂം ചെയ്ത് നോക്കുക. അതായത് എവിടെയാണ് മ്യൂണിച്ച് കിടക്കുന്നത്? ഇതാണ് മ്യൂണിച്ച്. ഓക്കെ, ഇതാണ് മ്യൂണിച്ച് സിറ്റി എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പോകുന്നത് 99 എന്ന് പറഞ്ഞ റോഡ് കൂടിയാണ്. എന്താണ് ടൗൺ എന്ന് പറയുന്നത് ഇതാണ്. ടൗണിലേക്ക് ട്രക്ക് കയറാൻ പാടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പോകുന്ന റൂട്ട് ഓക്കെയാണ്, നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഈ രീതിയിലും പോവാം, ഈ രീതിയിലും പോവാം. പക്ഷേ നമ്മളോട് കമ്പനി എന്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ രീതിക്ക് പോകണമെന്നോ ആ രീതിക്ക് പോകണമെന്നോ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൗൺ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പോകുന്നത് കറക്റ്റാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്ത പോയിന്റ്, അതായത് നമ്മൾ സാൽസ്ബർഗ് കഴിഞ്ഞു, മ്യൂണിച്ച് കഴിഞ്ഞു, ഇനി സ്റ്റഡ്ഗട്ട് ബാഡൻ ബാഡനാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തത് സ്റ്റഡ്ഗട്ട് നോക്കുക. നിങ്ങൾ അധികമായി സൂം ചെയ്താൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം റേഞ്ചിലേ നിങ്ങൾ സൂം ചെയ്യാൻ പാടുള്ളൂ. അപ്പം അടുത്ത സ്റ്റഡ്ഗട്ട്, ഇതാണ് സ്റ്റഡ്ഗട്ട് എന്ന് പറഞ്ഞ സ്ഥലം. സ്റ്റഡ്ഗട്ടിൻ്റെ ടൗൺ കിടക്കുന്നത് ഇവിടെയാണ്. സ്റ്റഡ്ഗട്ടിലും നമ്മൾ പോകുന്നത് ടൗൺ ടച്ച് ചെയ്യാതെ ടൗണിൻ്റെ സൈഡ് കൂടെയാണ്. ഈ റൈറ്റ് ഒന്നും നമ്മൾ കയറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സ്റ്റഡ്ഗട്ടും അത് സ്റ്റഡ്ഗട്ട് വരെ ഇപ്പം നമ്മൾ 1, 2, 3 സ്റ്റോപ്പും ഓക്കെ. ഇനി നമ്മളോട് അടുത്തത് പറയുന്നത് ബാഡൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം ബാഡൻ നമ്മൾ അടുത്തത് സൂം ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മളെ ബാഡൻ കിടക്കുന്നത്, ഈ സ്ഥലം. അപ്പം നമ്മൾ ബാഡൻ്റെ സൈഡ് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം അതും അടുത്ത സ്റ്റോപ്പ് എന്ത് ചെയ്തു, നമ്മൾ ബാഡൻ്റെ സൈഡിൽ കൂടെ പോയി. അപ്പം അതും ഓക്കെയാണ്. ദെൻ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ബാഡൻ കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് ഫ്രാൻസിൽ പോകണം. പക്ഷേ ഏത് റോഡ് വഴിയാണ്? നമുക്കിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് A35 A4 കൂടെയാണോ പോകുന്നത് നോക്കണം. അപ്പം ഈ ഒരു പോയിൻ്റാണ് ബാഡൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുക, ഇനി ഇത് പോകുന്നത് ഏത് റൂട്ടിലാണ്? അതായത് ബാഡൻ റൈറ്റ് തെറ്റി ഇത് കയറുന്നത് ഏതിലേക്കാണ്? A35 എന്ന് പറയുന്ന റോഡിലേക്ക് അത് കയറണം. ഓക്കെ, ഈ റോഡ് എന്ന് പറയുന്നത് A35 ആണ്. അപ്പം നമ്മൾ A35 കയറി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് പിന്നെ പറയുന്നത് A35 കഴിഞ്ഞിട്ട് ഇത് A4 പോകണം, എന്നിട്ട് N4 പോകണം. അപ്പം നമ്മൾ സൂം ചെയ്ത് നോക്കുക, ഇത് A35 ആണോ? A35 കയറി, ദെൻ നമുക്ക് അടുത്തത് പോകേണ്ടത് ഏതാണ്? നമ്മൾ സൂം ഔട്ട് ചെയ്യുക. A35 കണ്ടോ, A35 A4 പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഇവിടെ A35 നോർമലി A4ലേക്ക് തന്നെയാണ് കയറുന്നത്. നമ്മൾ എന്ത് ചെയ്തു, A4 റോഡിൻ്റെ പേരാണ് A4 എന്ന് പറയുന്നത്. നമ്മൾ A4 കയറി. അപ്പം അതുവരെ നമ്മൾ ഫ്രാൻസ് A35 A4. ഇനി അടുത്ത സ്റ്റോപ്പ് പറയുന്നത് നമുക്ക് എന്താണ്, ലൂണേവില്ലെ വഴി പോകണം എന്നാണ് അടുത്ത സ്റ്റോപ്പ് പറയുന്നത്. അതായത് നമ്മൾ ഫ്രാൻസ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ലൂണേവില്ലെ വഴി പോകണം. അപ്പം നമ്മൾ ലൂണേവില്ലെ എവിടെയാണെന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ സൂം ഔട്ട് ചെയ്ത് നോക്കുക. അപ്പം ലൂണേവില്ലെ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് എവിടെയാണ്? ഈ സ്പോട്ടിലാണ് ലൂണേവില്ലെ വരുന്നത്. പക്ഷേ നമ്മളെ മാപ്പ് പോകുന്നത് ഇതിലാണ്. നമ്മളെ മാപ്പ് പോകുന്നത് സെയിൻറ്റ് അവോൾഡ് എന്ന് പറഞ്ഞ സ്ഥലം വഴിയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ലൂണേവില്ലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആഡ് സ്റ്റോപ്പ് കൊടുക്കണം. അപ്പം ആഡ് സ്റ്റോപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഈ ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് സ്റ്റോപ്പ് പ്രസ് ചെയ്യുക. ഈ എഡിറ്റ് സ്റ്റോപ്പ് വന്ന് കിടക്കുന്നത് നമ്മളെ പാരീസിൻ്റെ ചോട്ടിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിനെ എടുത്ത് നമുക്കിതിൻ്റെ ഇടയിലാണ്. അപ്പം നമ്മളെ ലുബ്ലിയാനേൻ്റെയും പാരീസിൻ്റെ ഇടയിലാണ് എന്ത് കിടക്കുന്നത്, നമുക്ക് പോകേണ്ട ലൂണേവില്ലെ കിടക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലേക്ക് ഇതിനെ സ്വൈപ്പ് ചെയ്തിടുക. എന്നിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം, നമുക്ക് പോകേണ്ടത് ലൂണേവില്ലെ വഴിയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾ ലൂണേവില്ലെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ലൂണേവില്ലെ അവിടെ വന്നു. അപ്പോൾ നമ്മൾ ലൂണേവില്ലെ സെലക്ട് ചെയ്യുക. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ ലൂണേവില്ലെ വന്നു, നമ്മളൊരു ആഡ് സ്റ്റോപ്പ് കൊടുത്തു. നമ്മൾ എവിടെ നിന്നാണ് ലുബ്ലിയാനയിൽ തുടങ്ങി സാൽസ്ബർഗ്, മ്യൂണിച്ച്, സ്റ്റഡ്ഗട്ട്, ബാഡൻ ഫ്രാൻസ്, നമ്മൾ ലൂണേവില്ലയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, റീറൂട്ട് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പോൾ ലൂണേവില്ലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ മാപ്പ് കണ്ടോ, നിങ്ങൾ ഈ മാപ്പിൽ ഇത് പോകുന്നത് കണ്ടോ, ഇത് ലൂണേവില്ലെ സിറ്റിയിലേക്കാണ് പോകുന്നത്. ലൂണേവില്ലെ സിറ്റിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പം നമുക്ക് ഈ സിറ്റിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സിറ്റി നമ്മൾ ട്രക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു എഡിറ്റ് സ്റ്റോപ്പും കൂടി അല്ലെങ്കിൽ ഒരു ആഡ് സ്റ്റോപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് സ്റ്റോപ്പ് ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ എന്ത് ചെയ്യുക, ഒരു ഇതിനെ സ്വൈപ്പ് ചെയ്ത് ഇതിൻ്റെ ഇടയിലിടാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ ഞെക്കിയതിന് ശേഷം നിങ്ങൾ ഇവിടെ നമുക്ക് യുവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ചൂസ് ഓൺ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ
ചൂസ് ഓൺ മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞെക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൂണേ വില്ലേ എടുക്കുക. നിങ്ങൾ സൂം ചെയ്തിട്ട് ലൂണേ വില്ലേ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ലൂണേ വില്ലേ, നിങ്ങളിപ്പോൾ ലൂണേ വില്ലേ കാണുന്നില്ല എന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാം. എന്താണ് ലൂണേ വില്ലേ. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്തു ലൂണേ വില്ലേ. അപ്പം ലൂണേ വില്ലേ വന്നു. ഓക്കെ, ഇത് ലൂണേ വില്ലേ ടൗണിലാണ് ഞാൻ ടച്ച് ചെയ്യുന്നത് പറഞ്ഞു. നമുക്ക് ഈ പോയിന്റിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആഡ് പോയിന്റ് കൊടുക്കണമെന്നില്ല. നമ്മൾ ഓൾറെഡി എ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് ലൂണേ വില്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്ട്രേറ്റ് പോകേണ്ട നമ്മൾ ഇങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ് ഏതാണെന്ന് നോക്കുക. നമ്മൾ ഫസ്റ്റ് ഒരു ആഡ് സ്റ്റോപ്പ് കൊടുത്തേക്കുന്നത് ലൂണേ വില്ലയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൂണേ വില്ലേൻ്റെ എ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്കിവിടെ ലൂണേ വില്ലേ ഫ്രാൻസ് കിടക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഇവിടെ അവിടെ നിങ്ങളത് ക്ലോസ് ചെയ്യുക. ഇൻറ്റു ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ യുവർ ലൊക്കേഷൻ ചൂസ് ഓൺ മാപ്പ് എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചൂസ് ഓൺ മാപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ലൂണേ വില്ലേ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് കിടക്കുന്നത് നോക്കുക. അതായത് ലൂണേ വില്ല ഇവിടെയാണ് കിടക്കുന്നത്. നമുക്ക് ഇതാണ് ലൂണേ വില്ല എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം മാപ്പ് ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് എന്ത് വേണം, ഇങ്ങനെ പോകണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ N4 എന്ന് പറയും, ഇവിടെ ഒരു റെഡ് പോയിൻ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ റെഡ് പോയിൻറ്റിന് നമുക്ക് സ്ട്രെയിറ്റ് പോകണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ടച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, N4 എന്ന് പറയുന്ന റോഡിൽ ഫിക്സ് ചെയ്യുക ഈ റെഡ് പോയിൻറ്റിന്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങളൊന്ന് മാപ്പ് എന്ത് ചെയ്യുക, മാപ്പ് ഇപ്പോൾ റീറൂട്ട് ആവും. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പം ലുബ്ലിയാനയിൽ നിന്ന് പാരീസിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പം ഞാനത് എന്ത് ചെയ്തു, N4ലേക്ക് സെലക്ട് ചെയ്തു. അപ്പം ഈ ലൂണേ വില്ലേ എന്ന് പറയുന്ന ടൗണ് ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതിനെ ചൂസ് ഓൺ മാപ്പ്, ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ മൊത്തം ക്ലോസ് ചെയ്യുക. നമുക്ക് എന്തുണ്ട്, അവിടെ ലൊക്കേഷൻ ഉണ്ട്, ചൂസ് ഓൺ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചൂസ് ഓൺ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഈ ഒരു കട്ടിങ്ങിൽ ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഓൾറെഡി റോഡ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ റോഡിലേക്ക് സെലക്ട് ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, വന്ന് നമ്മൾ എക്സാക്റ്റ് എന്ത് ചെയ്തു, നമ്മൾ A35 കയറി, A4 കയറി, N4 കയറി. ഇപ്പം നമ്മൾ ലൂണേ വില്ലേ പാസ് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ പോയിന്റ് ഉണ്ട്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നാൻസിയാണ്. അപ്പം നമ്മൾ നാൻസി എവിടെയാണെന്ന് നോക്കുക. അടുത്തത് നമുക്ക് നാൻസിയാണ് പോകേണ്ടത്. ഈ റൂട്ട് നാൻസി വഴിയാണോ പോകുന്നത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ റൂട്ട് പോകുന്നത് നാൻസി വഴിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നാൻസി ടൗൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇതെന്ത് ചെയ്യുന്നില്ല, നാൻസി ടൗൺ ടച്ച് ചെയ്യുന്നില്ല. നാൻസി ത്രൂ N4 എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ N4 കൂടെ ആണോ പോകുന്നത് നോക്കണം. ഓക്കെ, അപ്പം നാൻസിയാണ്. നമ്മൾ എന്ത് ചെയ്തു, ലൂണേ വില്ലേ കഴിഞ്ഞു, നാൻസി അടുത്ത പോയിന്റ് നാൻസി. അത് ഓക്കെ, ടൗൺ ടച്ച് ചെയ്യുന്നില്ല, അത് ഓക്കെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റ് ഡിസയർ എന്ന് പറയുന്ന പോയിൻ്റാണ് പറയുന്നത്. അപ്പം അത് എവിടെയാണെന്ന് നോക്കുക. നാൻസി വരെ ഓക്കെ ആയി. ഇനി അടുത്തത് നമുക്ക് പോകേണ്ടത് സെൻറ്റ് ഡിസയർ വഴിയാണ്. സെൻറ്റ് ഡിസയർ. ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പോകുന്നത് സെൻറ്റ് ഡിസയറിൻ്റെ സൈഡിൽ കൂടിയാണ്. ഇതാണ് സെൻറ്റ് ഡിസയർ എന്ന് പറയുന്ന ടൗൺ ഇതാണ്. പക്ഷേ നമ്മൾ ടൗണിൻ്റെ സൈഡിൽ കൂടെ N4 എന്ന് പറഞ്ഞ റോഡ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കമ്പനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലൂണേ വില്ലേ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് നാൻസിയാണ്. നാൻസി ത്രൂ N4 കൂടെ തന്നെ പോകണം. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾ പോകുന്ന റോഡ് N4 ആണ്. ഇവിടെ ഇത് ഓൾറെഡി N4 ആണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട, മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത പോയിന്റ് പറഞ്ഞേക്കുന്നത് എന്താണ്, സെഷാനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ അടുത്തതൊന്ന് അധികമായിട്ടും കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്നും സൂം ഔട്ടും ചെയ്യാം. നമ്മളൊരു മീഡിയം റേഞ്ചിലേ സൂം ഇൻ ചെയ്യാവും. അധികം സൂം ഇൻ ചെയ്താലും സൂം ഔട്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് മാപ്പിൽ ആ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ്, നമ്മളിപ്പോൾ നാൻസി വരെ എത്തി. ഇനി നമുക്ക് അടുത്തത് നാൻസി കഴിഞ്ഞാൽ സെൻറ്റ് ഡിസയർ. നമ്മൾ സെൻറ്റ് ഡിസയറും ചെയ്തു കേട്ടോ. ഇതാണ് സെൻറ്റ് ഡിസയർ എന്ന് പറഞ്ഞ സ്ഥലം. സിറ്റി എന്ന് പറയുന്ന ഈ ഏരിയയാണ്. നമ്മൾ സിറ്റീൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പോകേണ്ടത് എവിടെയാണ്, സെഷാനെ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, സെഷാനെ എവിടെയാണ് വരുന്നത് നോക്കുക. ഓക്കെ, നമ്മൾ സെഷാന വഴി ഇത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ വെട്രി ലീ ഫ്രാൻക്രോസിസ് എന്ന് പറയുന്ന റോഡിൻ്റെ ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ സെഷാന എന്ന് പറഞ്ഞ സ്ഥലം കിടക്കുന്നത് ഇവിടെയാണ്. കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് സെഷാന എന്ന് പറയുന്നത്. അപ്പം നമ്മളെ റോഡ് തെറ്റി. അതായത് നമുക്ക് പോകേണ്ടത് എങ്ങനെയാണ്, നമ്മളെ മാപ്പ് നമ്മളെ മാപ്പ് കാണിച്ചു തരാം. നമുക്ക് ഈ രീതിയിലാണ് പോകേണ്ടത്. നിങ്ങൾ മനസ്സിലാവും, നമുക്ക് ഈ രീതിയിലാണ് പോകേണ്ടത്. പക്ഷേ മാപ്പ് പോകുന്നത് ഇതിലാണ്, ഇങ്ങനെയാണ് പോകുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ വട്ടം ചുറ്റി പോകാൻ പാടില്ല. നമ്മളെ
ഡിസ്പാച്ചർ അല്ലെങ്കിൽ നമ്മളെ കമ്പനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെഷാനെ വഴി പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെഷാനെ വഴി പോകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയല്ല പോകേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പം നമ്മൾ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ആഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് സെഷാനേനെ അവിടെ മെൻഷൻ ചെയ്യാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ സെഷാനേനെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സെഷാന ടൗണിലാണ് പോവുക, നമ്മൾ ടൗൺ ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ട് സെഷാന N4 എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പാരീസ് എത്തുന്നതിന് തൊട്ട് മുകളിൽ എന്ത് ചെയ്യുക, ഒരു ആഡ് സ്റ്റോപ്പും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അത് ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വലിച്ച് മുകളിൽ എന്നിട്ട് നിങ്ങൾ ലൊക്കേഷൻ കൊടുക്കുക. എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, സെഷാന എന്ന് പറഞ്ഞ റോഡാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം SEZANNE സെഷാന എന്ന് പറഞ്ഞ സ്ഥലം വന്നു. ഓക്കെ, ഇപ്പം മാപ്പ് റീറൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും മാപ്പ് കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇപ്പം നമ്മൾ 2 പോയിൻ്റ് ആഡ് ചെയ്തു. നമ്മൾ ഒന്ന് ആഡ് ചെയ്തേക്കുന്നത് എവിടെയായിരുന്നു, നമ്മൾ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലൂണേവില്ല ആയിരുന്നു. ഇനി നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അതാണ് സെഷാനയാണ്. അപ്പം നമുക്ക് വിട്രി ലാൻ ഫ്രാൻസ്കോ, ഓക്കെ, ഇതാണ് ഈ സ്ഥലത്ത് നിന്നായിരുന്നു നമ്മൾ, ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങനെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഈ രീതിയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, സെഷാന എന്ന് പറഞ്ഞ സ്ഥലം വേണ്ടിയിട്ട് നമ്മളൊരു പോയിൻ്റ് ആഡ് ചെയ്തു. ഇത് കണ്ടോ, ഈ സെഷാന നമ്മൾ ആഡ് ചെയ്ത സമയത്ത് കണ്ടോ, സെഷാന ടൗണിലേക്കാണ് എന്ത് ചെയ്യുന്നത്, റോഡ് പോകുന്നത്. സോറി, അപ്പം നമ്മൾ ട്രക്കിന് ടൗണിലേക്ക് പോകാൻ പാടില്ല, നമ്മൾ എപ്പോഴും സിറ്റീൻ്റെ ഔട്ടർ കൂടിയേ പോകാൻ പാടുള്ളൂ. അപ്പം നമ്മൾ മാപ്പ് ഇട്ടാൽ മാപ്പ് കാണിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങനെ വന്ന് പോകണമെന്നാണ് മാപ്പ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പോർഷനെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് നമ്മൾ സൂം ചെയ്ത് നോക്കുക, നമുക്ക് ഏത് റോഡിലാണ് പോകേണ്ടതെന്ന് നമ്മളെ ഡിസ്പാച്ചർ പറഞ്ഞിട്ടുണ്ട്. N4 വഴിയാണ് പോകേണ്ടത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ്, നിങ്ങൾ ഈ N4 എവിടെയാണെന്ന് നോക്കുക. ഇതാണ് N4 എന്ന് പറയുന്ന റോഡ്. അപ്പോൾ നമുക്ക് ഈ B പോയിന്റിനെടുത്ത് ഈ N4ലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സൈഡിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആഡ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ B എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. ഓക്കെ, B എന്ന് പറയുന്ന ബട്ടൺ AB വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ C എന്ന് പറയുന്ന നമ്മളെ ഡെസ്റ്റിനേഷനാണ്. അപ്പം നിങ്ങൾ B എന്ന് പറയുന്ന ബട്ടണിൽ ഞെക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത പോയിന്റ് വന്നു, എന്താണ്, സെഷാനെ ഫ്രാൻസ് പറഞ്ഞു. നിങ്ങളിത് ക്ലോസ് ചെയ്തു. ദെൻ നമുക്കിവിടെ യുവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അതിൻ്റെ താഴത്ത് ചൂസ് ഓൺ മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ചൂസ് ഓൺ മാപ്പ്. ഓക്കെ, ഇപ്പം നമ്മൾ ചൂസ് ഓൺ മാപ്പ് കൊടുത്തിട്ട് ഇവിടെ ഒരു റെഡ് പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് ഇങ്ങനെ വരുന്ന പോയിന്റാണ്. ഈ റെഡ് പോയിന്റിനെടുത്ത് നമ്മൾ N4ലേക്ക് എടുത്തു വെക്കണം. നമുക്ക് ഈ റോഡിലാണ് പോകേണ്ടത്. അപ്പം നമ്മൾ മാപ്പ് കാണിച്ചിരിക്കുന്നത് എന്താ, നമ്മൾ സെഷാനയിൽ നിന്ന് ഇങ്ങനെ പോകണമെന്നാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു റെഡ് പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, N4ൽ കൊണ്ടുവെക്കണം. കണ്ടോ, ഇത് നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ N4 ഈ N4ൽ തന്നെ വെക്കുമ്പോൾ നിങ്ങൾ നോക്കണം, നമുക്ക് റോഡ് മാക്സിമം സൂം ചെയ്താൽ മനസ്സിലാവും. ഇതിൽ ഏരോ മാർക്കോ അല്ലെങ്കിൽ ട്രക്കോ കാറോ പോകുന്ന സൈഡ് കാണിക്കും. നമ്മൾ ഈ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് പിന്നെയും തെറ്റും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഏത് സൈഡിലേക്കാണോ പോകുന്നത് ആ സൈഡിലേക്കുള്ള കറക്റ്റ് ലൈനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റെഡ് മാർക്കിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ആ മാപ്പ് ഒന്ന് റീറൂട്ട് ചെയ്യാൻ ഒരു കുറഞ്ഞ സമയം എടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടി സൂം ചെയ്ത് നോക്കുക. നമ്മൾ സെഷാന എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൗൺ എവിടെയാണ്, നമ്മൾ ഇതിലാണ് പോകുന്നത്. ഓക്കെ, ഇതാണ്, ഈ ഒരു ഏരിയ ആണ് സെഷാന എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കൊടുത്തപ്പോൾ നമ്മളെ മാപ്പ് ചെയ്തത് എന്താണ്, ഇങ്ങനെ വന്ന് ടൗണിൽ നിന്നാണ് തിരിച്ച് പോയിക്കൊണ്ടിരുന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ പോയിന്റിനെ നമ്മൾ എടുത്തു, നമ്മൾ N4, നമ്മളോട് ഡിസ്പാച്ചർ നമ്മളെ കമ്പനി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ N4 വഴി പാരീസ് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തു, നമ്മൾ കറക്റ്റ് ഔട്ടറാക്കി. അപ്പോൾ നിങ്ങൾ ചെയ്തേക്കുന്നത് എന്താ, നമ്മൾ ഈ സെഷാന എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്ത പോയിന്റ് ഏതാണെന്ന് നോക്കുക. നമ്മൾ B ആയിരുന്നു ആഡ് ചെയ്തേക്കുന്നത്. ആ Bയിൽ നമ്മൾ പ്രസ് ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സെഷാന എന്ന് പറഞ്ഞ സാധനം കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യുവർ ലൊക്കേഷൻ എന്നുള്ള ഒരു തൊട്ട് താഴത്ത് യുവർ ലൊക്കേഷൻ ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴത്ത് ചൂസ് ഓൺ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കവിടെ ഒരു റെഡ് പോയിന്റ് വരും. ആ പോയിന്റ് ഇവിടെയാണുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ സ്വൈപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ N4 എന്ന് പറയുന്ന റോഡിലേക്ക് എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ മാപ്പ് ലുബ്ലിയാന ഫോർ പാരീസ് നമ്മളിപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ നമ്മൾ കറക്റ്റ് വഴിക്കാണോ പോകുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം ഓൾറെഡി എല്ലാ പോയിൻറ്റ്സും കൊടുത്തു, നമുക്ക് പാരീസാണ് പോകേണ്ടത്. ഇത്രയാണ് നമുക്ക് തന്ന സ്റ്റോപ്പുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സൂം ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പാരീസ് കൊടുത്തു. ഇനി നമ്മൾ നോക്കുക, ഫസ്റ്റ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലുബ്ലിയാന മുതൽ പാരീസ് വരെയാണ് നമുക്ക് പോകേണ്ടത്. വഴി സാൽസ്ബർഗ്, മ്യൂണിച്ചും ഒരേതാണ്. സ്റ്റഡ്ഗട്ട്, ബാഡൻ ഫ്രാൻസ്. A35 എന്ന് പറഞ്ഞ റോഡ് കൂടെ പോകണം, A4 കൂടെ പോകണം. N4 വഴി ലൂണേവില്ലെ, നാൻസി. N4 വഴി സെൻഡൈസർ, N4 വഴി സെഷാന, N4 വഴി പാരീസ്. ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യുക,
സൂം ചെയ്ത് നോക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, അതായത് ലുബ്ലിയാനയിൽ നിന്ന് തുടങ്ങി. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വില്ല എന്നാണ്. ഇവിടെ കോമ ഇടാൻ പറഞ്ഞത് വില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെയാണോ പോകുന്നത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് വില്ലാച്ച് എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, വില്ലാച്ച്. അപ്പം വില്ലാച്ച് കഴിഞ്ഞു. ദെൻ അടുത്ത് നമുക്ക് പോകേണ്ടത് സാൽസ്ബർഗ് ആണ്. നിങ്ങൾ സാൽസ്ബർഗ് നോക്കുക. ഇതാണ് സാൽസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ടൗൺ ടച്ച് ചെയ്യാൻ പാടില്ല, നമ്മൾ എപ്പോഴും ട്രക്ക് ഔട്ടർ കൂടിയേ പോകാൻ പാടുള്ളൂ. അപ്പം സാൽസ്ബർഗ് ഇത് ഔട്ടർ കൂടിയാണ് പോകുന്നത്. അപ്പം നമുക്ക് അതിനൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മൻഷൻ അല്ലെങ്കിൽ മ്യൂണിച്ച് ആണ്. അത് രണ്ടും ഒരേ പേരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മ്യൂണിച്ച്. അടുത്തത് മ്യൂണിച്ച് നോക്കുക. ഇതാണ് മ്യൂണിച്ച് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ സിറ്റി. അപ്പോൾ നമ്മൾ സിറ്റിയിൽ കൂടെ പോകാൻ പാടില്ല, ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല ട്രക്ക്. കാറിനൊക്കെ നമുക്ക് ഇതിലേയും പോകാം, പക്ഷേ ട്രക്കിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും ഔട്ടർ പിടിച്ച് വേണം പോകാൻ. ഒരു സിറ്റിയും നമ്മൾ കയറാൻ പാടില്ല. സിറ്റി കയറി നമുക്ക് വലിയ ഫൈൻ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മ്യൂണിച്ച് കൂടെ ഔട്ടർ കൂടെ പോയി. ഇനി അടുത്ത സ്റ്റോപ്പ് സ്റ്റഡ്ഗഡ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റഡ്ഗഡ് സൂം ഔട്ട് ചെയ്ത് നോക്കുക. സ്റ്റഡ്ഗഡ് എവിടെയാണ് വരുന്നത്? സ്റ്റഡ്ഗഡ്. ഇതാണ് സ്റ്റഡ്ഗഡ് എന്ന് പറയുന്ന സ്ഥലം. സ്റ്റഡ്ഗഡ് എന്ന് പറയുന്നത് ടൗൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. നമ്മൾ ഔട്ടർ കൂടെയാണ് പോകുന്നത്, അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. സ്റ്റഡ്ഗഡ് കഴിഞ്ഞു. അടുത്ത് ബാഡൻ ബാഡൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് പറയുന്നത്. അപ്പോൾ ബാഡൻ ബാഡൻ എവിടെയാണെന്ന് നോക്കുക. ഈ ബാഡൻ ബാഡൻ എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് വരുന്നത്. സിറ്റി ഏകദേശം ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പം നമ്മൾ പോകുന്നത് എന്താണ്, ബാഡൻ ബാഡൻ്റെ ഔട്ടർ കൂടെയാണ്, ബാദൻ ബാദൻ. ഓക്കെ, പക്ഷേ അവിടെ വരുന്നത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ A35 A4 N4 കൂടെ പോകണം. ആ നമ്പേഴ്സ് ഒക്കെ ഉണ്ടോ നിങ്ങൾ നോക്കണം. ഇവിടെ നമ്മൾ A35 കണ്ടു, A35 കൂടെയാണ് പോകുന്നത്. ദെൻ A4 കൂടെ പോകണം. A4 കൂടെയാണ് നമ്മൾ ഇവിടെ പോകുന്നത്. ദെൻ അടുത്തതാണ് N4 വഴി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത റോഡ് ഇതാണ് N4. ഇതാണ് N4 വഴി നമുക്ക് എന്ത് ചെയ്യണം, ലൂണേവില്ലേക്ക് പോകണം. അപ്പോൾ അടുത്ത് ലൂണേവില്ല ഉണ്ടോ നോക്കുക. ലൂണേവില്ല. ഇതാണ് ലൂണേവില്ല എന്ന് പറഞ്ഞ പോയിന്റ്. നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന ആഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ലൂണേവില്ലയാണ്. നമ്മൾ ലൂണേവില്ല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സിറ്റി എന്ന് പറയുന്ന ഏരിയ. ആ സിറ്റിയിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് പോകാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ നമുക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ കൊടുത്ത ആഡ് സ്റ്റോപ്പ്. ആ പോയിന്റിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ഓൺ മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, നമുക്ക് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മളെ ലൊക്കേഷൻ വരും. ആ ലൊക്കേഷൻ ക്ലോസ് ചെയ്യുക, നമ്മൾ ഇൻറ്റു മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത് നിന്നുണ്ടാവും ലൊക്കേഷൻ ഉണ്ടാവും. ദെൻ ചൂസ് ഓൺ മാപ്പ് ഉണ്ടാവും. ആ ചൂസ് ഓൺ മാപ്പ് കൊടുത്തിട്ട് നമുക്ക് പോകേണ്ട റോഡ് ഏതാണെന്ന് നോക്കുക. നമുക്ക് A4 വഴിയാണ് പോകേണ്ടത്, N4 വഴിയാണ് പോകേണ്ടത്. നമുക്ക് കമ്പനി അല്ലെങ്കിൽ ഡിസ്പാച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ N4 സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് മാറി നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് ലൂണേവില്ല വഴി നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നാൻസിയാണ്. അപ്പോൾ നിങ്ങൾ നാൻസി ഉണ്ടോ നോക്കുക. അടുത്ത സ്റ്റോപ്പ് നാൻസി. അപ്പം നാൻസി എവിടെയാണ് വരുന്നത് നോക്കുക. നാൻസി. ഓക്കെ, നാൻസി എന്ന് പറയുന്ന സ്ഥലം വരുന്നത് ഇവിടെയാണ്. നാൻസി വരുന്നത്. ഓക്കെ, ഈ നാൻസിയും നമ്മൾ ടൗൺ ടച്ച് ചെയ്യുന്നില്ല. നമ്മൾ ഇതാണ് നാൻസി എന്ന് പറയുന്ന ഏരിയ. നമ്മൾ ഔട്ടർ കൂടെയാണ് പോകുന്നത്. അവർ പറഞ്ഞ റോഡാണ്. അപ്പം നമുക്ക് എന്തില്ല, നമുക്ക് പ്രശ്നം, ടൗണിലേക്ക് നമ്മൾ കയറാൻ പാടില്ല. ദെൻ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് സെൻറ്റ് ഐസർ ആണ്. സെൻറ്റ് ഐസർ ഉണ്ടോ നോക്കുക. ഓക്കെ, അപ്പം സെൻറ്റ് ഐസർ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക. ഇതാണ് സെൻറ്റ് ഐസർ എന്ന് പറയുന്ന, സെൻറ്റ് ഡിസയർ എന്ന് പറയുന്ന സ്ഥലമാണ്. സോറി, സെൻറ്റ് ഐസർ അല്ല, സെൻറ്റ് ഡിസയർ. ഇതാണ് സെൻറ്റ് ഡിസയർ എന്ന് പറയുന്ന ടൗൺ. ഇതും നമ്മൾ അവർ നമുക്ക് റോഡ് തന്നിട്ടുണ്ട് ത്രൂ N4. ആ N4 കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ടൗൺ ടച്ച് ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ടൗൺ ആണ്. നമ്മൾ ടൗണിൻ്റെ അകത്തുകൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രക്ക് ഓടിക്കാൻ പാടില്ല. ഓക്കെ, ട്രക്ക് പോകാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ അതും കറക്റ്റാണ്. ഇനി അടുത്ത പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് സെഷാന. അത് നമ്മൾ നോർമലി കൊടുത്ത കേസിൽ നമുക്ക് നമ്മളെ റോഡ് എന്ന് പറയുന്നത് വെട്രി ലീ ഫ്രാൻകോസിസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് N44 വഴിയായിരുന്നു പോയേക്കുന്നത്. ഓക്കെ, നമ്മൾ പാരീസിലേക്ക് പോയേക്കുന്നത്. ഇതാണ് വെട്രി ലീ ഫ്രാൻകോസിസ് എന്ന് പറഞ്ഞ സ്ഥലം. മാപ്പ് ഓൾറെഡി പോയേക്കുന്നത് ഈ ഒരു റെയിൻസ് ഈ റൂട്ട് വഴി ഇങ്ങോട്ടായിരുന്നു പോയേക്കുന്നത്. പക്ഷേ നമ്മളെ കമ്പനി എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് സെഷാന എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ആഡ് സ്റ്റോപ്പ് കൊടുത്തു. അതിൻ്റെ അകത്ത് നമ്മൾ സെഷാന എന്ന് പറഞ്ഞ പോയിന്റ് ആഡ് ചെയ്തു. അതാണ് ഈ B എന്ന് പറയുന്നത്, സെഷാന എന്ന് പറയുന്ന ടൗൺ ആണ്. അപ്പം സെഷാന കൊടുത്തപ്പോൾ നമ്മളെന്ത് വന്നു, നമുക്ക് സെഷാന ടൗണിൽ അത് ടച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് സിറ്റിയിൽ നമുക്ക് പോകാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്ത പോയിന്റ്, അതായത് നമ്മൾ B എന്ന് പറയുന്ന ആഡ് സ്റ്റോപ്പാണ് സെഷാന കൊടുത്തത്. ആ സെഷാനയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ആ ലൊക്കേഷൻ്റെ പേര് കംപ്ലീറ്റ്ലി വെട്ടി ശേഷം നമുക്ക് പോകേണ്ട റൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് N4 ആണ്. ആ N4ലേക്ക് നമ്മൾ ആ റെഡ് പോയിന്റ് എടുത്ത് വെച്ച് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പം അത് പ്രോപ്പർ എന്ത് ചെയ്തു, നമ്മൾ ഈ റൂട്ട് കട്ട് ചെയ്തു നമ്മൾ N4ലേക്ക് കയറി. ശേഷം നമുക്ക് വേറെ പോയിന്റ്സോ കാര്യങ്ങളോ മാപ്പൊന്നും തന്നില്ല. പിന്നെ നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് ഷോർട്ടുള്ളത് നമുക്ക് ആ ഷോർട്ട് റൂട്ടിൽ പോകും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ആഡ് സ്റ്റോപ്പ് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക, ഒരു ടൗണിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ട്രക്കുമായിട്ട് പോകാൻ പാടില്ല. നമ്മൾ എല്ലാ ടൗണിൻ്റെയും ഔട്ടർ കൂടെ മാത്രമേ നമ്മൾ ട്രക്ക് പോകാൻ പാടുള്ളൂ. അപ്പം നമ്മൾ മാപ്പ് സെറ്റ് ചെയ്യുന്ന കേസിൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏതെങ്കിലും ടൗൺ ടച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ രീതിയിലാണ് നമ്മൾ മാപ്പിനെ സെറ്റ് ചെയ്യേണ്ടത് ഗൈസ്.